ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാളെ നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന യോഗ്യതാ മത്സരങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളെ കുറിച്ചാണ്. അർജന്റീനയും ബ്രസീലും കളത്തിലിറങ്ങാണ്. അപ്പൊ എന്തായാലും രാത്രി ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും കളി കണ്ടിട്ട് ഉറങ്ങാൻ ടൈം ഉണ്ടോന്ന് അറിയില്ല. അപ്പോഴേക്കും നാട്ടിൽ 4:30 മണിക്ക് കളി തുടങ്ങും. അപ്പൊ ചെറുതായിട്ടൊന്ന് ഉറക്കം കിട്ടും. അതിനുശേഷം എണീച്ചിട്ട് 4:30 മണിക്ക് ബ്രസീലിന്റെ കളി തുടങ്ങുന്നുണ്ട്. ഇന്ത്യൻ സമയം 4:30 മണിക്കും യു എ സമയം 3 മണിക്കാണ്. അതേപോലെ അർജന്റീനയുടെ കളി നടക്കുന്നത് രാവിലെ 6:30ക്കാണ്. അർജന്റീന ഫാൻസുകാർക്ക് വലിയ കുഴപ്പമില്ല, നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കളിയാണ്. രാവിലെ 6:30ക്കാണ് ഇന്ത്യൻ സമയം, യു എ സമയം 5 മണിക്കാണ്. ചിലിയുമായിട്ടാണ് അർജന്റീന മത്സരിക്കുന്നത്. അതേപോലെ ഇക്വഡോറുമായിട്ടാണ് ബ്രസീൽ മത്സരിക്കുന്നത്. രണ്ടും എവേ മത്സരങ്ങളാണ്. ചിലിയുടെ ഹോം ഗ്രൗണ്ടിലും ഇക്വഡോറിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ക്വാളിഫയർ ആണ്. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമില്ല. അവര് കൂളായിട്ട് തന്നെ കളിക്കുള്ളൂ. അവർക്ക് 2-3 യെല്ലോ കാർഡ് കിട്ടി സസ്പെൻഷൻ ഉണ്ട്. എന്നാലും കോച്ച് പുതിയ താരങ്ങളെയൊക്കെ വെച്ച് പരിശീലിപ്പിക്കും. അതേപോലെ പുതിയ 11 ആയിരിക്കും സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇമ്പോർട്ടന്റ് മാച്ചാണ്. ഡോൺ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ ഇൻചാർജ് എടുത്തിട്ടുള്ള ഫസ്റ്റ് ഗെയിമാണ്. നെയ്മർ ജൂനിയർ സൂപ്പർ സ്റ്റാറിനെ ഇല്ലാതെ കളത്തിൽ റഫീനെയും ഒരു പിടി യുവതാരങ്ങളെയും ഒരു പിടി എക്സ്പീരിയൻസ് താരങ്ങളെയും വെച്ച് കാസമിറോ ഒക്കെ തിരിച്ച് സ്കോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ഫസ്റ്റ് അടി എന്തായിരിക്കും ബ്രസീലിൽ? ഫസ്റ്റ് കാൽവയ്പ് എനിക്ക് തോന്നുന്നു നല്ലൊരു വിജയം ഉണ്ടാവും തോന്നുന്നു. എന്താ പറഞ്ഞാല് എല്ലാ പ്ലേയേഴ്സൊക്കെ കാർലോ ആഞ്ചലോട്ടിയുടെ വരവില് പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഒരു ഇതുണ്ട്, ഒരു ഉഷാറ് കാണുന്നുണ്ട്. അപ്പൊ ഒരു ടീമായിട്ട് കളിക്കാൻ പറ്റുകയാണ്. കാസമിറൊക്കെ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ്. മിഡ്ഫീൽഡ് തന്നെയാണ് ശരിക്കും ബ്രസീലിന്റെ പ്രശ്നം. ബ്രസീലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡില്ല, മിഡ്ഫീൽഡ് ചത്ത് കിടക്കാണ്. അതേപോലെ നെയ്മർ ജൂനിയർ എന്നൊരു ആളുടെ കുറവ് ഇവിടെ ഉണ്ട്. ആള് പരിക്ക് പറ്റി പോയി. അതിനുശേഷം നെയ്മറും ഫോമിലോട്ട് വന്നിട്ട് നെയ്മർ നിരന്തര പരുക്കളാണ്. ബ്രസീൽ ടീമിൽ സ്ഥിരമായിട്ട് കളിക്കാൻ വരെ നെയ്മറിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭയുടെ അഭാവം എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പൊ കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ കളി വിജയിക്കണം. അത് നല്ല മാർജിനിൽ നല്ല കളി കളിച്ച് വിജയിക്കണം. എങ്ങനെ തട്ടുമുട്ടി ഒരു ഗോൾ ജയിച്ചാൽ പോരാ, നല്ല കളി കളിച്ച് 2-3 ഗോളിന് മാർജിനിൽ ജയിക്കാനാണ് ഇക്വഡോറാണ്. എനിക്ക് തോന്നുന്നു വലിയ ഇത് ഉണ്ടാക്കില്ല തോന്നുന്നുണ്ട്. ബ്രസീൽ തന്നെയാണ് മുൻതൂക്കം ഇക്വഡോറിന്റെ മുന്നിൽ. അപ്പോൾ നാളത്തെ കളി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം, ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ കളി നല്ലൊരു മാർജിൻ ജയിക്കണം. ഓൾറെഡി അർജന്റീന കയറിയിട്ടുണ്ട്. 5ാം സ്ഥാനത്തേക്കാണ് ലാറ്റിൻ അമേരിക്കൻ ഇതിൽ നിൽക്കുന്നത്, ക്വാളിഫയറിൽ ബ്രസീൽ നിൽക്കുന്നത്. അപ്പോൾ ക്വാളിഫയർ എന്തായാലും ആവും. പക്ഷേ 4-5 സ്ഥാനത്തായിട്ട് ക്വാളിഫയർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ 1ാം സ്ഥാനം. അപ്പോൾ ബ്രസീൽ 1ാം സ്ഥാനത്തിന് വേണ്ടി നന്നായിട്ട് മെനക്കെടും. പക്ഷേ അർജന്റീന ഇവിടെ ഓൾറെഡി കയറിയിരിക്കുകയാണ്. അവർ ആ 1ാം സ്ഥാനം വിട്ടുകൊടുക്കുന്ന ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നാളത്തെ കളി ആരൊക്കെയാണ് ജയിക്കാൻ ചാൻസ്, എത്ര ഗോളിനൊക്കെ ആയിരിക്കും? എൻ്റെ ഒരു ഇതിൽ ബ്രസീൽ 2-1 2-0 ഇക്വഡോറായിട്ട് ജയിക്കും. അർജന്റീന ചിലിയായിട്ട് അതേ എനിക്ക് തോന്നുന്നത് 2-0 അല്ലെങ്കിൽ 2-1 അതാണ് തോന്നുന്നത്. അപ്പൊ ഈ രണ്ട് ടീമുകൾക്കും കുറച്ച് പരിക്കുകളൊക്കെ നെയ്മർ ജൂനിയറിനെ പോലുള്ള മെയിൻ താരങ്ങളില്ലാതെയാണ് ബ്രസീൽ ഇറങ്ങുന്നത്. അതേപോലെ അർജന്റീനയ്ക്കും സസ്പെൻഷൻ ഉണ്ട്, യെല്ലോ കാർഡ് സസ്പെൻഷൻ കിട്ടിയിട്ട് 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ യോഗ്യതാ മത്സരങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ആയപ്പോൾ അർജന്റീന 1ാം സ്ഥാനത്തുള്ള 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 10 വിജയവും 1 ഡ്രോയും 3 തോൽവി അടക്കം 31 പോയിന്റുമായിട്ട് അവർ മാത്രമേ യോഗ്യത നേടിയിട്ടുള്ളൂ. 2ാം സ്ഥാനത്തുള്ള ഇക്വഡോറാണ്. 14 മത്സരങ്ങളിൽ 7 വിജയവും 4 ഡ്രോയും 2 തോൽവി അടക്കം 23 പോയിന്റായിട്ട് 2ാം സ്ഥാനത്തുള്ള. 3ാം സ്ഥാനത്ത് ഉറുഗ്വയാണ്. 14 മത്സരങ്ങളിൽ 5 വിജയവും 6 ഡ്രോയും 3 തോൽവി അടക്കം 21 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുള്ളത്. 4ാം സ്ഥാനത്ത് നമ്മുടെ ബ്രസീലുള്ളത് 14 പോയിന്റുമായി 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 വിജയവും 3 ഡ്രോയും 5 തോൽവിയും. ഏറ്റവും കൂടുതൽ തോൽവി ഏറ്റുവാങ്ങിയ ബ്രസീലാണ് 21 പോയിന്റുമായിട്ട്. സെയിം പോയിന്റാണ് ഉറുഗ്വയ്ക്കും ബ്രസീലിനുള്ളത്. പക്ഷേ ഗോൾ ഡിഫറൻറ്റും കാര്യങ്ങളും നോക്കിയ സമയത്ത് അവർ 4ാം സ്ഥാനത്താണ്. 5ാം സ്ഥാനത്തുള്ള പരാഗ്വയാണ്. 14 മത്സരങ്ങളിൽ 5 വിജയവും 6 തോൽവിയും 6 സമനിലയും 3 തോൽവി അടക്കം 21 അതേ പോയിന്റായിട്ട് പരാഗ്വയും തൊട്ടനുണ്ട്. 6ാം സ്ഥാനത്തുള്ള കൊളംബിയാണ്. കൊളംബിയ 14 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 5 ഡ്രോയും 4 തോൽവിയും അടക്കം 20 പോയിന്റ്. അപ്പൊ ഈ അവസാനമുള്ള ഈ 5-6 സ്ഥാനം വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമില്ല. 23-ഉം 20-ഉം ആയിട്ടുള്ള വ്യത്യാസമുള്ളൂ. ഇനി ഒരു ഉള്ളത് വെനസുലയാണ്. വെനസുല 14 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, 3 വിജയവും 6 തോൽവിയും 5 സമനിലയും 15 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഈ 6 സ്ഥാനത്തുള്ള അവർ തമ്മിൽ അതിൽ 5 സ്ഥാനം അർജന്റീന ഓൾറെഡി 31 പോയിന്റുമായിട്ട് യോഗ്യം നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള 6 സ്ഥാനക്കാരും തമ്മിൽ നല്ല മത്സരങ്ങളാണ്, കടുത്ത മത്സരങ്ങളാണ്. എന്താന്ന് പറഞ്ഞാൽ 23 പോയിന്റും 20 പോയിന്റ്, ആകെ 3 പോയിന്റിന് വ്യത്യാസത്തിന്റെ ഇടയിലുള്ളൂ. അതിൽ 21 പോയിന്റുള്ള ബ്രസീൽ ഉണ്ട്, ഉറുഗ്വ ഉണ്ട്. അപ്പൊ ഇനിയുള്ള മത്സരങ്ങൾ കട്ടി തന്നെയാണ്.
പിന്നെ ഉള്ള ബൊളീവിയ, പെറു, ചിലി ഇവരൊക്കെ പൊതുവെ നോക്കുകയാണെങ്കിൽ 14 പോയിന്റ്, പെറുവിന് 10 പോയിന്റ്, ചിലിക്ക് 10 പോയിന്റ്. ഇതുള്ളൂ. ചിലിയും പെറുവിന്റെ കാര്യമൊക്കെ ചിലിയുടെ കാര്യമൊക്കെ ഭയങ്കര ശോചനാവസ്ഥയിലാണ്. കാരണം ഇനിയൊന്നും ഒരിക്കലും വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരിക എന്നുള്ള സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ നാളത്തെ കളിയിൽ ബ്രസീലിന് ജയിച്ചപ്പോൾ, ബ്രസീലിന് ജയിക്കാതിരുന്നാൽ, ജയിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് വരാനുള്ളൂ. ഇക്കഡോറായിട്ടാണ് കളി. ഇക്കഡോറൊക്കെ നിൽക്കുന്നത് 2ാം സ്ഥാനത്താണ്. അപ്പൊ അവരുടെ കൂടെ കളിച്ച് ജയിക്കുക എന്നുള്ളത് കുറച്ച് പണി തന്നെയാണ്. പക്ഷെ കാർലോ അഞ്ചലോട്ടി നാളെ എന്ത് കാണിക്കുന്നു നമുക്ക് ഗ്രൗണ്ടിൽ കണ്ടറിയാം. പുതിയൊരു ബ്രസീൽ നാളെ ഉദയം ചെയ്യുമോ അതോ പഴയപടി തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നാളെ കാർലോ അഞ്ചലോട്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ കഴിയും. അതാണ് റഫീനിയും വിനീഷ്യസ് ജൂനിയറൊക്കെ അടങ്ങുന്ന അറ്റാക്കിങ്ങിൽ എന്താണ് നാളെ ചെയ്യാം. കാസിമിറോനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാസിമിറോനെ കൊണ്ടുവന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ മിഡില് ആൾക്ക് പണി മെനഞ്ഞെടുക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ പണി കിട്ടുന്ന അറിയാം. അപ്പൊ എന്തായാലും നാളത്തെ മത്സരം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. യോഗ്യതാ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരിക്കുന്നത് നമ്മുടെ സഷാൽ മെസ്സി തന്നെയാണ്. 6 ഗോൾ നേടിയിട്ടുണ്ട്. തൊട്ട് അതിന് ഒപ്പം തന്നെയുണ്ട് കൊളംബിയയുടെ ലൂയിസ് ഡിയാസ് ഉണ്ട്, 6 ഗോള്. പിന്നെ ഇക്വഡോറിന്റെ വലൻസിയ ഉണ്ട്, 5 ഗോൾ. അതിലൊരു പെനാൽറ്റിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ആരാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ജെയിംസ് ആണ്. കൊളംബിയയുടെ 5 അസിസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള വെനസ്വലയുടെ തന്നെ യാർസോണിനുണ്ട്, 4 അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് അർജന്റീനയുടെ മെസ്സി 3 അസിസ്റ്റ് ചെയ്തിട്ട്. 4ാം സ്ഥാനത്ത് നെയ്മർ 3 അസിസ്റ്റ്. അതായത് നെയ്മറും മെസ്സി 3 അസിസ്റ്റുമായിട്ട് 3-4 സ്ഥാനങ്ങൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇനിയും വേൾഡ് കപ്പ് ക്വാളിഫയർ കുറെ മത്സരങ്ങളുണ്ട് ബാക്കി. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും ഈ പട്ടിക? അപ്പൊ നാളത്തെ കളിയിൽ അർജന്റീന എത്ര ഗോളിന് ജയിക്കും, ബ്രസീൽ എത്ര ഗോളിന് ജയിക്കും, എന്താണ് നിങ്ങളുടെ ഗോൾ പ്രഡിക്ഷൻ? ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതാണ്.